വേണമെങ്കിൽ ന്യൂസ് വെച്ചോ, നാളെ വല്ല ഹർത്താലുണ്ടോന്ന് അറിയാലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ്. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. ആശാന്റെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. റിപ്പോർട്ടിന് 136 പേജിൽ മന്ത്രിയെക്കുറിച്ച് പരാമർശമുണ്ടെന്നും അന്വേഷണം വേണമെന്നുമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ പരാതി. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ട കാര്യമില്ലെന്ന് കെ.ബി. ഗണേഷ് കുമാർ MLA. എല്ലാ കാര്യങ്ങളും അങ്ങനെ പുറത്തു പറയേണ്ടതില്ല. ചിലരെ കരിവാരി തേക്കണമെന്ന് ചിലർക്ക് ആഗ്രഹം കാണുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. എന്തിനാ എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ട് എല്ലാവരെയും ചിലർക്ക് വിഷമമുള്ളതും ചിലർക്ക് സന്തോഷമുള്ളതായ കാര്യങ്ങളാണ്. എന്തിനാണ് അതെല്ലാം പുറത്തുവിടേണ്ടത്? അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. കൾച്ചറൽ സെക്രട്ടറിക്ക് മനസ്സിലായിട്ടുണ്ട്, മിനിസ്റ്റർ മനസ്സിലാക്കും. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരും. നമ്മളോട് സഹകരണമില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത്തരൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇടവേള ബാബു അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. ഈ നെക്സസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ആ നെക്സസിന് ചുക്കാൻ പിടിക്കുന്നത് ആത്മ എന്ന സംഘടനയെ കുറിച്ചാണ് പറയുന്നത്. ഷാജിയേട്ട്, നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു. ഷാജിയേട്ട്, ഭർത്താവെ നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്? ആ പ്രസിഡന്റ് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി കെ.ബി. ഗണേഷ് കുമാറാണ്. അത് നല്ലതാണ്. അതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടപടിയെടുക്കുന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു. സർവ്വമാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. പിന്നെ അതിനകത്ത് ഒരു ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു വിവാദത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. അക്കാര്യത്തിൽ സാംസ്കാരിക മന്ത്രി കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിന് നടപടിയെടുക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അങ്ങനെ അഭിപ്രായമൊന്നും പറയാനൊക്കത്തില്ല. കാരണം ആളുകളുടെ വ്യക്തിപരമായ കാര്യം. എന്നോട് അങ്ങനെ പരാതി പറഞ്ഞാലേ എനിക്ക് പറയാം. എന്നോട് ഒരാളൊന്ന് പരാതി പറഞ്ഞാൽ ഞാൻ പച്ചയ്ക്ക് വെളിയിൽ പറയാം. അയാൾക്ക് ഒരു ദിവസം രാത്രി എന്തെല്ലോ തോന്നുന്നു, അതൊക്കെ വിളിച്ചു പറയാ എന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അതിന് ഞാനല്ല പറയേണ്ടത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. പോടാ.